ഇന്ന് സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിലുണ്ടാക്കാം. ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിനെ വേണമെങ്കിൽ ഡ്രൈ കേക്കുകളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാം കേട്ടോ. അത് പറയാനായിട്ടൊരു കാരണമുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റും ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ് കേട്ടോ. ഇതെല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 240 ml കപ്പിൽ 1.5 കപ്പ് ഡേറ്റ്സ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് 1.5 കപ്പ്. വെയിറ്റ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 250 ഗ്രാം. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും 1.5 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ 1.5 കപ്പ് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഒരു അളവാണ് പറഞ്ഞത്. 1.5 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് ഡേറ്റ്സും 1.5 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് വേണ്ടത് കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് നമ്മൾ കേക്ക് ബാറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പോയി അടിയാതിരിക്കുക, എല്ലാ ഭാഗത്തേക്കും ഈവണായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൈദ കൊണ്ടൊരു കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ, അത് ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒരു 2-3 തവണ നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് കേക്ക് ഇതായി വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ഓവനിലല്ല ബേക്ക് ചെയ്യണം. അപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇത് അത്യാവശ്യം നല്ല കളറായിട്ട് വരും. ഓവനിൽ അല്ലാതെ ബേക്ക് ചെയ്യുമ്പോൾ കളറ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു ഡാർക്ക് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. എന്ന് കരുതിയിട്ട് ഇതിൽ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റോ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റോ ഒന്നും വരില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ പീസ് പട്ട, ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ജാതിക്ക, പിന്നെ ഒരു 2 ഏലക്ക. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ല, ഇപ്പം നന്നായി തന്നെ പഞ്ചസാര പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്ന വരെ നമുക്ക് ആ ജാർ അടച്ചു വയ്ക്കാം കേട്ടോ, അതിൻ്റെ ഫ്ലേവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഞാൻ കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരമൽ സിറപ്പാണ്. കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ പ്ലം കേക്കും ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം അത് കാണിക്കുന്നില്ല. 1/2 കപ്പ് പഞ്ചസാരയും മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് റിഫൈൻഡ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കോഴിമുട്ട കേട്ടോ. ഒരു ബൗളിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് മുട്ട ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 2-3 ബാച്ചായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒറ്റ ട്രിപ്പിൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കണ്ടില്ല, ഞാനൊരു 2-3 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായി തന്നെ പഞ്ചസാര മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അത്യാവശ്യം ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെത് അതൊന്ന് ചെറുതായിട്ടൊന്നൊരു കളറ് ഒരു പേൽ ഷെയ്ഡിലോട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് മുഴുവനായി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3/4 കപ്പ് റിഫൈൻഡ് ഓയിൽ അതും കൂടി ചേർക്കാം കേട്ടോ. റിഫൈൻഡ് ഓയിൽ ചേർക്കുന്ന സമയത്ത് നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം മുട്ട ബീറ്റായി കിട്ടിയതാണ്. നമ്മൾ ജസ്റ്റ് ഓയിൽ മിക്സ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ബീറ്ററിൻ്റെ സ്പീഡ് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതാ ഞാൻ 2-3 ബാച്ചായിട്ട് ചേർത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ബീറ്ററിൽ കൊണ്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതാ ഒരു സ്പാച്ചുല വെച്ച് സൈഡിലുള്ളതൊക്കെ നമുക്കൊന്ന് അതിലേക്ക് മാറ്റാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ മൈദ കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡേറ്റ്സും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ,
എല്ലാ രീതിയിലും ആവുന്ന ലെവലിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മൈദ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പോയി അടിയത്തൊന്നുമില്ല. പിന്നെ മാത്രമല്ല നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞാൽ കുറച്ച് തിക്കായിരിക്കും വേണം കേട്ടോ. ബാറ്റർ ലൂസായി കഴിഞ്ഞാലും നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡേറ്റ്സും ക്യാരറ്റൊക്കെ അടിയിൽ പോയി അടിയാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വിനീഗറും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞാനൊരു ബേക്ക് ചെയ്യാനായിട്ടൊരു സ്റ്റീൽ പാത്രത്തിൽ ഓയിലൊക്കെ തടവിയതിന് ശേഷം മൈദയൊക്കെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെ തിക്കായിട്ട് വേണം ഉണ്ടാവാനായിട്ട് കേട്ടോ. ഇനി ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കാഷ്യൂ നട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം ഒരു അലുമിനിയം പാത്രം അവിടെ ചൂടാക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊരു 10 മിനിറ്റോളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ടിന് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ 10 മിനിറ്റായിട്ട് ഇത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. കേക്ക് ടിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇത് ബേക്കായി കിട്ടാനായിട്ട് ഏകദേശം 1 മണിക്കൂർ വേണ്ടി വരും. ഇപ്പോൾ തന്നെ ഞാനൊരു 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാനത് കുത്തു നോക്കിയപ്പോൾ ചെറുതായിട്ട് അടിഭാഗത്ത് കുറേശ്ശെ മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ബേക്കായിട്ടുണ്ടായിരുന്നില്ല, കണ്ടില്ലേ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ അത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റും കൂടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനത് തുറന്ന് വീണ്ടും ഒന്ന് കുത്തി നോക്കിയപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ എവിടെയും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നന്നായി തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്യണത്. ഡീമോൾഡ് ചെയ്യാനൊന്നും ഒരു പാടും ഇല്ല കേട്ടോ. നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ ഭാഗം ഈവണായിട്ട് തന്നെ നമ്മുടെ എന്താ പറയുക ക്യാരറ്റും ആ ഒരു ഡേറ്റ്സ് എല്ലാം എത്തിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല കളറും കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ ഇന്ന് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഡേറ്റ്സൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടത് കൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോഴേക്കും അങ്ങനെ പൊടിഞ്ഞ് പോരുക. എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ വായിലിട്ട് അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ, ആ ഒരു ടെക്സ്ചറാണ്. കണ്ടില്ലേ എന്ത് ഈസിയാണല്ലേ. ഇത് കുട്ടികൾക്കൊക്കെയും കൊടുക്കാൻ നല്ല ഒരു എന്താ പറയുക. ഇത് നമുക്ക് ഇതേ സെയിം റെസിപ്പി നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. കണ്ടില്ലേ ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാണ് കഴിച്ചാലും നല്ല കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഡേറ്റ്സ് ആണെങ്കിലും ശരി, ക്യാരറ്റൊന്നും ഇട്ടിട്ടുണ്ടെന്ന് അറിയത്ത് പോലും ഇല്ല കേട്ടോ. എല്ലാ ഭാഗവും ഈവണായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ആ ഡേറ്റ്സ് കണ്ടില്ല ഓരോ ബൈറ്റിലും നമുക്ക് അതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റികൾ നോക്കി എടുക്കുക കേട്ടോ. വില കുറവുള്ള ഡേറ്റ്സ് ഒന്നും വാങ്ങിക്കേണ്ട, അത്യാവശ്യം നല്ല ഡേറ്റ്സ് തന്നെ എടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ ഇനി എന്തിനാണ് നമ്മൾ ഈ കടയിൽ പോയിട്ട് എന്താ പറയുക പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കേക്ക്സൊക്കെ വാങ്ങിക്കണം. വീട്ടിൽ തന്നെ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കേക്ക് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർക്കും ഭയങ്കര സന്തോഷമായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.